വാച്ച് ലിസ്റ്റിന്റെ 33 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഓഹരികളുടെ നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കുന്ന പകരം തുടർച്ചയായി വിപണിയിൽ നേരിടുന്ന തിരിച്ചടിക്ക് കാരണവും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. ഈ ആഴ്ചക്കാലയളവിലും സെൻസെക്സും നിഫ്റ്റിയും നേരിയ നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മൂന്നാം പാദഫലം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടും എന്തുകൊണ്ട് നിഫ്റ്റിക്കും സെൻസെക്സിനും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല? കേന്ദ്ര ബജറ്റ് മുന്നിലെത്തിയിട്ടും ഇന്ത്യൻ വിപണിക്ക് കരകയറാൻ സാധിക്കാത്ത എന്തുകൊണ്ട്? പരിശോധിക്കാം വിശദമായി. പിന്തു പ്രകാശ്, വിപണിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ടും പ്രധാനമായിട്ട് ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ നോക്കുകയാണെങ്കിലും ട്രംപ് ഫാക്ടർ തന്നെയാണ്. അതിന് തന്നെ ശക്തമായ US ഡോളർ, ട്രഷറി ഈൽഡ് മീൻസ് അവിടുത്തെ ഇത് കടപ്പത്രങ്ങളുടെ ആദായം വർദ്ധിക്കുന്നത് നിയർലി 5% എത്തിയിരിക്കുകയാണ്. പക്ഷേ 4-5 മാസമായിട്ടുള്ള ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു വിശകലനമാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പം സെപ്റ്റംബറിലാണ് നമുക്ക് അതിന് മുന്നേ ഒരു ബൈ ഓൺ ഡിപ്സ് പോലെ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ട്രെൻഡിൽ നീക്കിക്കൊണ്ടിരുന്ന ഒരു വിപണിയാണ്. അൺഎക്സ്പെക്റ്റഡ്ലി ജൂണിൽ വന്ന ലോക്സഭ റിസൾട്ട് വന്നപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്ക് റൂളിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിന് പകരം റൂളിംഗ് പാർട്ടിക്ക് ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടാതെ വന്ന സമയത്ത് വന്നെങ്കിലും കൃത്യമായിട്ട് കോalition ഗവൺമെൻറ് ഉണ്ടാക്കാമെന്നുള്ളത് മുന്നോട്ട് പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഘടകകക്ഷിയിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ചെയ്തു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് പോയി സെപ്റ്റംബർ ആദ്യമാണ് ഒരു നോക്കേണ്ട മാർക്കറ്റ് ഒരു ശക്തമായ സെൽ ഓഫ് കണ്ടത്. അതായത് ഇതിന് മുന്നേ റഷ്യയുടെ യുക്രൈൻ യുദ്ധം ഉണ്ടായതിനു ശേഷം നോക്കുകയാണ് മാർക്കറ്റിൽ ഈ ലോക്സഭ റിസൾട്ടിന് ശേഷം നോക്കുകയാണ് ശക്തമായ തിരിച്ചടി വന്നത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്നില്ല. അത് എൻകാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് നടന്നതാണ്. ജപ്പാനിൽ വളരെ താഴ്ന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് ഉള്ളത് വർഷങ്ങളായിട്ട്. അപ്പം അവിടുന്ന് എത്ര വേണമെങ്കിലും നമുക്ക് വളരെ, അതായത് പലിശയില്ല, പൈസ കടമെടുക്കാം അല്ലെങ്കിൽ വായ്പ എടുക്കാം. അത് ഉയർന്ന ആദായം കിട്ടുന്ന അല്ലെങ്കിൽ റിട്ടേൺസ് ഉള്ള ഒരു നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതാണ് ആ ഇത് നമുക്ക് ഏറ്റവും അധികം ലാഭം നേടാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് സാധാരണക്കാരുടെ രീതിയിൽ പറഞ്ഞതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വിട്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സേഫസ്റ്റ് ഹാവനായിട്ട് കരുതുന്നത് US ഡോളർ അല്ലെങ്കിൽ US ട്രഷറി ഈൽഡൊക്കെയാണ്. നമുക്കതിൻ്റെ യഥാർത്ഥ കണക്ക് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്നൊരു വലിയൊരു എമൗണ്ട് ആ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ ആ ഒരു സമയത്ത് സെപ്റ്റംബർ സമയത്ത് US പലിശ നിരക്ക് താഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട സമയമാണ്. പണപ്പെരുപ്പം താഴ്ന്നു വരുന്നു, ലേബർ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ളൊരു വിളർച്ചയൊക്കെ തളർച്ചയൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 4 മാസത്തിലുള്ള 1% അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ റിസർവ് ബാങ്കാണ് കുറച്ചിട്ടുമില്ല. അവിടെ കുറയ്ക്കാനുള്ളൊരു ട്രെൻഡ് വരികയും ഇവിടെ വർദ്ധിപ്പിക്കാനുള്ളൊരു ഇത് വരുമ്പോൾ ഈ ഒരു സ്പ്രെഡ് കുറയുമെന്നുള്ള ഒരു നിഗമനത്തിൽ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു പോർഷൻ ഈ ക്യാരി ട്രേഡ് അൺവൈൻഡിങ് എന്നുള്ളത് അല്ലെങ്കിൽ സെല്ല് ചെയ്ത ഒരു മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വഴി മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ച ഒരു ഷോക്കിൽ നിന്നാണ് സെപ്റ്റംബറിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ തുടർന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റ് അതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്തു. FIs ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടും നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ ഒക്ടോബറിൽ Q2 റിസൾട്ട്സ് രണ്ടാം സാമ്പത്തിക പാദഫലങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ആ ഒരു സമയത്ത് നേരത്തെ ഒരു കുറച്ച് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന വാല്യുവേഷൻ എന്നുള്ളൊരു കൺസേൺ വരികയും അത് വിപണിയെ ശക്തമായി ബാധിക്കുക. ഒരു FI സെല്ലിംഗ് ഇൻഡൻസി ആയിട്ട് വരെയും ചെയ്യപ്പെടും വിപണി ഒരു റെക്കോർഡ് ഹൈ എന്നൊക്കെ താഴ്ത്തു വരാൻ തുടങ്ങിയത്. അതേസമയം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ സ്റ്റിമുലസ് പാക്കേജ് പറയുന്നു തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നപ്പോൾ വാല്യുവേഷന് അവിടെ ഒരു വളരെ സ്റ്റിമുലസ് പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വാല്യുവേഷന് ചീപ്പറായിട്ട് നിൽക്കുന്ന ചൈനീസ് മാർക്കറ്റിലേക്ക് FIs റീഅലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സെല്ലിംഗ് വന്നു, ഇന്ത്യൻ വാല്യുവേഷനിൽ ഹൈ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഒക്ടോബർ നവംബർ സമയത്തൊക്കെ ഒരു തിരിച്ചടി പോയത്. പിന്നെ US ഇലക്ഷൻ വന്നു, ട്രംപ് വിജയിച്ചു. ട്രംപിൻ്റെ പല നടപടികളും ഇൻഫ്ലേഷണറിയാണ്. പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ അതൊന്നും കുറച്ച് നേട്ടങ്ങൾ കിട്ടാവുന്ന ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോയി. പിന്നെ ഇന്ത്യൻ്റെ GDP 4 വർഷത്തിനിടെ താഴ്ന്ന നിലവാരത്തിലേക്ക് Q2 GDP 5.4% വീണു. 6% to 8% വരെ കണ്ടിന്യൂസ്ലി കഴിഞ്ഞ 4 വർഷം രേഖപ്പെടുത്തിക്കൊണ്ട് സ്ഥാനത്താണ് അവർ തിരിച്ചടി വന്നത്. അപ്പോൾ ആ ഒരു വന്നപ്പോഴത്തേക്കും ഇന്ത്യ തളരുകയാണെന്നും വാല്യുവേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നുള്ള ആ ഒരു നറേറ്റീവ് ശക്തമായപ്പോഴാണ് FI സെല്ലിങ് ഒരു ഭാഗത്ത് തുടർന്നപ്പോഴാണ് മാർക്കറ്റ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു. പക്ഷേ ഇപ്പോൾ ജനുവരിയിലോട്ട് കയറുമ്പോൾ ഇപ്പോൾ Q3 റിസൾട്ട്സ് നമ്മൾ നോക്കുന്ന റിലയൻസ് ഒക്കെ ഇൻലൈൻ എക്സ്പെക്റ്റേഷനാണ്. ഇൻഫോസിസും ആ മോശം റിസൾട്ടൊന്നുമല്ല. അവർ തുടർച്ചയായി 3ാമത്തെ ക്വാർട്ടറിലാണ് അവരുടെ ഗൈഡൻസിൽ അവരുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള അവരുടെ ഒരു
റവന്യൂ ഫോർകാസ്റ്റ് അവർ ഹൈ ചെയ്തിട്ടുള്ള, അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള. ആക്സിസിൻ്റെ റിസൾട്ട് മോശമൊന്നുമില്ല, അത്യാവശ്യം ഫെയർ ആയിട്ട് തന്നെയാണ് ഇപ്പം വരുന്നത്. പക്ഷേ യുഎസിൻ്റെ അതായത് ട്രംപ് ഫാക്ടർ, ട്രംപ് കയറിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ നിൽക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും ഗ്ലോബലി തന്നെ പല രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ചൈനയുമായുള്ള താരിഫ് വാറൊക്കെ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അതെല്ലാവരും ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇന്ത്യനെയും ആ രീതിയിലൊക്കെ അസ്വസ്ഥപ്പെടുത്താവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ലോങ് ടൈമിൽ ചില തീരുമാനങ്ങൾക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരാം. അപ്പം ആ ഒരു ട്രംപ് ഫാക്ടർ, ആ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ FI സെല്ലിങ്ങും തുടരുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ബാധിക്കുന്നത്. US$ ശക്തി പ്രാപിച്ച് നിൽക്കുന്നതും ഈ ആ ഒരു FI സെല്ലിങ്ങിനെ ഒരു ഘടകമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ഉള്ളത്തെ ഒരു അവസ്ഥ. ഈ വരുന്ന ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വരുന്ന 2 ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കും, ഗ്ലോബലി തന്നെയുള്ള മാർക്കറ്റ്സിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി 20 ട്രംപിൻ്റെ സ്ഥാനാർപ്പണം, അതെ, സത്യപ്രതിജ്ഞ. അപ്പോൾ അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് കഴിയുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയാൻ പോകുന്ന ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ പുറത്താക്കുമെന്നുള്ളത് കാനഡ, ഗ്രീൻലാൻഡ്, പനാമ കനാൽ, അങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്സ്. പിന്നെ ഉക്രൈൻ യുദ്ധം തീരുകയാണ്, അത് പോസിറ്റീവാണ്. ഇപ്പോൾ ഹമാസുമായിട്ടുള്ള ഒരു സീസ് ഫയർ വന്നിട്ട് $. ഇപ്പം നോക്കുകയാണെങ്കിൽ ക്രൂഡ് $80 കഴിഞ്ഞിട്ടുണ്ട്, ബ്രണ്ട് ക്രൂഡ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ഘടകമാണ്. പക്ഷേ വലിയ നെഗറ്റീവായിട്ടില്ല, പക്ഷേ എന്നാലും 80 മേലോട്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനങ്ങൾ എങ്ങനെ വരും എന്നുള്ളൊരു ഘടകം, ആ അൺസർട്ടനിറ്റി ആക്ച്വലി മാറുകയാണെന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിയേണ്ടതുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ജനുവരി 23, 24 ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതായത് ജപ്പാൻ്റെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യപ്പെടുമെന്നാണ് ഗ്ലോബലായിട്ടുള്ള അനലിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 0.5% നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 0.5 ഉയരുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ സംഭവിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. കാര്യം ട്രേഡിന് അൺവൈൻഡിങ്ങിന് ഒന്നുകൂടെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. പിന്നെ ജനുവരി 28-29 US ഫെഡറൽ റിസർവ്, അതായത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവിൻ്റെ FOMC മീറ്റിംഗ്, നമ്മൾ RBIയുടെ MPC മോണിറ്ററി പോളിസി കമ്മിറ്റി നോക്കുമ്പോൾ സമാനമായി അവിടുത്തെ റേറ്റ് ഡിസിഷൻ എടുക്കുന്ന FOMC മീറ്റിംഗ് ഉണ്ട് 28-29. വീണ്ടും ഒരു റേറ്റ് കട്ട് നമുക്ക് നിലവിലത്തെ രീതിയിൽ ഇപ്പം കോർ ഇൻഫ്ലേഷൻ 3.2%-ലാണ് നിൽക്കുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 3%-ആയിരുന്നു. ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരുന്നെങ്കിലും ഇപ്പം കുറഞ്ഞിട്ടില്ല. കരിച്ച FOMC ഫെഡറൽ റിസർവിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2%-ആണ്, അതിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ട്രംപിൻ്റെ പല നടപടികളിൽ ഇൻഫ്ലേഷൻ ആയിട്ടുള്ളത് കൊണ്ടും ലെയർ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസാണ് US സമ്പദ്ഘടനയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ റേറ്റ് കട്ട് അവർക്ക് വിടാം. അപ്പം സെപ്റ്റംബർ മുതൽ നവംബർ ഇടയിൽ 1%-ൻ്റെ 0.5 വെച്ചിട്ടുള്ള നോക്കുകയാണെങ്കിൽ 1% ഉള്ളവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പം ഇനി കാത്തിരുന്ന് കാണാനുള്ള സാവകാശം, പ്രത്യേകിച്ച് അവിടുത്തെ അടിസ്ഥാന ഘടകങ്ങൾ, എക്കണോമിക് ഡേറ്റകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെയ്യാം. കരിച്ചാൽ അവർ ഇൻഫ്ലേഷൻ അവരുടെ ടാർഗറ്റിലോട്ട് എത്തിയിട്ടില്ല. പുതിയ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങൾ കൊണ്ട് ട്രിഗർ ചെയ്താലുള്ള പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഡെറ്റ് ബേർഡൻ ഭയങ്കരമാണ്. അപ്പോൾ അതിന് സംബന്ധിച്ച് കൺസേണുകളൊക്കെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ വർഷത്തോടെ അവരുടെ ഡെറ്റ് സർവീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് തന്നെ $1 ട്രില്യൺ ആകുമെന്നൊക്കെ പറയപ്പെടുന്നു. ഡെറ്റ് സീലിംഗ് 2025 അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിപ്പം നിലവിലത്തെ ഇതല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും റേറ്റ് കട്ടിൻ്റെ സാധ്യത മങ്ങുകയാണെന്നൊരു നിഗമനമുണ്ട്. റേറ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ 28-29 ആ കാര്യങ്ങളുണ്ട്. പിന്നെ ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് ഉണ്ട്. അപ്പോൾ കേന്ദ്ര ബജറ്റ് ഇപ്പം ജൂലൈയിൽ അവതരിപ്പിച്ചതിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് വന്നത്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള തീരുമാനം എടുക്കും. പ്രത്യേകിച്ച് GDP 5.4 പോയത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ അത് എന്തെങ്കിലും സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നമെന്ന് പറയാൻ കഴിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇലക്ഷൻ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിലൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് നിന്നിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് പ്രചരണങ്ങൾക്ക്, ക്യാമ്പയിനിലോട്ട് കാര്യങ്ങളിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം തിരിച്ച് അവർ വന്നു, ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇപ്പം മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലോക്സഭ ഇലക്ഷനുള്ള സെറ്റ് ബാക്കിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ മാറിയിട്ടുണ്ട്. ഡൽഹി ഇലക്ഷനുണ്ട്, അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അവിടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സർപ്രൈസിങ് റിസൾട്ട് വരികയാണെങ്കിൽ ഓക്കെ. പക്ഷേ എന്നാലും ഒരു ബൂസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പം ഒരു പുതിയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കടുപ്പമേറിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ തീരുമാനം വരേണ്ടത് ആദ്യ ബജറ്റുകളിലാണ്. ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തീരുമാനം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ മാർക്കറ്റ് റിഫോംസിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രോത്തിൻ്റെ ഒരു കൺസേൺ ഉള്ള ഒരു വശത്ത് നിൽക്കുമ്പോൾ പല ലക്ഷ്യങ്ങളും വികസിത സങ്കല്പങ്ങളുമൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ വളർച്ച ബൂസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി തന്നെ ആയിരിക്കും. ഇൻകം ടാക്സ് കുറച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുന്ന രീതിയിൽ എന്തായാലും മാർക്കറ്റെ സംബന്ധിച്ച് മുൻ ബജറ്റുകളിൽ നിന്നും
ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതേപോലത്തെ മാനുഫാക്ചറിങ് സെക്ടറുകളിലേക്കുള്ള സ്പെൻഡിങ് അല്ലെങ്കിൽ സപ്പോർട്ട് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് വരും. അപ്പം പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ഒരു പോസിറ്റീവ് ഘടകം പറയാനുള്ളതാകെ. പിന്നെ Q3 റിസൾട്ട്സ് ബെറ്റർ, അത് ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പോകും. നല്ല റിസൾട്ടുള്ള കമ്പനികളുടെ ഓഹരികൾക്ക് താരതമ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഒരു ഇതിനകത്ത് 2 സിനാറിയോ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നിഗമനങ്ങളുടെ പുറത്തേക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത്, ഒന്ന് ട്രംപ് വന്നിട്ട് ചൈനയോടും ബാക്കിയുള്ള അല്ലെങ്കിൽ എടുത്തേക്കുന്ന സ്റ്റാൻസിൽ ചൈനയോടുള്ള പ്രത്യേക പറഞ്ഞിരിക്കുന്ന 60% വരെയുള്ള നികുതി പോലത്തെ കാര്യങ്ങളിൽ അതേപടി ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് ലോങ് ടൈമിൽ നല്ലതാണ്. ശത്രുവിൻ്റെ ശത്രു. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ചൈന പ്ലസ് എന്നുള്ള ആ ഒരു പോളിസി പുഷ് ഇച്ചിരൂടെ വേഗം വർദ്ധിക്കും. ചൈനയിൽ നിന്ന് പുറത്തോട്ട് മാനുഫാക്ചറിങ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു നീക്കങ്ങൾ US കമ്പനിയോട് വർദ്ധിക്കും. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് നല്ലതാണ്. പക്ഷേ ഇന്ത്യക്കും അവിടെ ഇപ്പം സ്വാഭാവികമായിട്ടും അവർ താരിഫ് ഹൈക്ക് ചെയ്യുമ്പോൾ യുവാനെ ഡിവാല്യൂ ചെയ്തിട്ടായിരിക്കും ചൈന നേരിടാൻ പോകുന്നതെങ്കിൽ ഇന്ത്യക്കും ആ രീതിയിലുള്ള പ്രശ്നം വരാം. പക്ഷേ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലതാണ്. പക്ഷേ ട്രംപ് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പുള്ളി ഒരു ഔട്ട് സ്പോക്കൺ ആണെന്ന് ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഡിസ്കൗണ്ട് കിട്ടും നോക്കുകയാണെങ്കിൽ പുള്ളി പറയുന്ന രീതിയിലുള്ള ആദ്യം പ്രഖ്യാപിച്ച രീതിയിലുള്ള ടാക്സ് റേറ്റ് താരിഫിലോ യുദ്ധത്തിലൂടെ പോകുന്നില്ലെങ്കിൽ അത് ചൈനീസ് മാർക്കറ്റ് സമയം പോസിറ്റീവാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ വെള്ളിയാഴ്ച വന്നിട്ടുള്ള GDPയുടെ ചൈനീസ് GDP Q4 GDP എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ എബോവ് എസ്റ്റിമേഷനാണ്. വിപണിയുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ നിൽക്കുന്നതാണ്. 5% വരും എന്ന് വിചാരിച്ചിരുന്നത് GDP 5.4% വന്നിരിക്കുന്നത്. സെപ്റ്റംബർ മുതലുള്ള അവർ പോളിസി ഷിഫ്റ്റുകൾ സ്റ്റിമുലസ് പാക്കേജുകളുടെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ആ ഒരു 5.4 നിൽക്കുമ്പം കമ്പാരിബിളി ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടും വാല്യുവേഷനിൽ ചീപ്പറാണ് ചൈനീസ് മാർക്കറ്റ്. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചത്ര കടുപ്പമേറിയ തീരുമാനങ്ങളുമില്ല. അപ്പം ഈ പറഞ്ഞ വാല്യുവേഷനിൽ ചീപ്പ് നിൽക്കുന്ന ഒരു GDP എബോവ് എക്സ്പെക്റ്റേഷൻ്റെ മേളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 5% ടോട്ടലായിട്ടുള്ള ഒരു GDP രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ FISൻ്റെ സെല്ലിങ് കുറയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് ഇന്ത്യക്ക്, അതായത് ട്രംപ് പറയുന്ന പോലെ ചൈനയ്ക്കെതിരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് ചൈനീസ് GDP നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥിതിക്ക് ഒരു സാധ്യത അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. നിലവിൽ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോ ആകെ ചുവന്ന സാഹചര്യമാണ്. അപ്പം വരും ദിവസങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോട് പറയാം. കഴിഞ്ഞ 4-5 മാസം ഇപ്പം 12% റീസെൻറ്റ് ബേക്ക് ചെയ്യുന്ന NSE Nifty ആയാലും BSE Sensex ആയാലും പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികകൾ ബെഞ്ച് മാർക്ക് ഇൻഡിസസ് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ പല സെക്ടറിൽ അതിലുള്ള തിരിച്ചിട്ട് നേരിട്ടിട്ടുണ്ട്. ഓഹരികൾ അതിലേറെ തിരിച്ചിട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷം മുന്നത്തെ സെപ്റ്റംബർ മുന്നേക്കുള്ളൊരു കാലയളവ് വേണമെങ്കിൽ നമുക്ക് ഇന്ന് മേടിച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പം കയറും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെന്തായാലും മാറിയിട്ടുണ്ട്. അത് മുന്നോട്ടിന് ഉടനെ എങ്ങും ആ രീതിയിലുള്ള ബയോണ്ടിപ്സ് എന്നുള്ള സാധനം ഉടനെ ഉണ്ടാകാൻ വഴിയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലൊക്കെയാണ് കൂടുതലും നിൽക്കുന്നത്. കൈ പൊള്ളിയിട്ടുണ്ടാവാം. പക്ഷേ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ ലോങ് ടൈമിൽ ഇന്ത്യയുടെ ആർക്കും അങ്ങനെ ഒന്നും അവഗണിക്കാൻ കഴിയുന്ന ഒരു സമ്പദ്ഘടനയല്ല. പല ഘടകങ്ങൾ കൊണ്ട് ഇപ്പം GDPയുടെ കുറവ് വന്നതിനെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ വന്നിട്ടുള്ള കുറവും ബാക്കി ഇത് കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ Q3 ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ആയതുകൊണ്ട് അതിനെക്കാളും ബെറ്ററുള്ള പെർഫോമൻസ് വെക്കുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. സ്വാഭാവികമായിട്ട് Q4 ആകുമ്പോൾ ഇച്ചിരിയുടെ ഒരു പുഷ് കിട്ടാം. പിന്നെ ബഡ്ജറ്റ് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പക്ഷേ ഈ ഇപ്പോൾ താഴ്ന്നു പറഞ്ഞിട്ട് പോലും നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വലിയ സമ്പദ്ഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ് ഇപ്പോഴും സമ്പദ്ഘടന ഇന്ത്യയാണ്. അപ്പോൾ ആ അത്രയും വലിയൊരു സമ്പദ്ഘടനയെ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ അവഗണിക്കാൻ കഴിയും ഇല്ല. പിന്നെ ഇപ്പം നമ്മൾ രൂപയുടെ മൂല്യശോഷണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ രൂപ പറയുന്ന രീതിയിൽ ദുർബലമായ പ്രകടനമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ശരിക്കുമല്ല. ഇപ്പം ഈ ഡോളറായിട്ട് നോക്കുമ്പോൾ നമ്മൾ 4% കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2% കഴിഞ്ഞ ഒരു മാസത്തിലെല്ലാം വന്നത് അത് ട്രംപ് ഫാക്ടറാണ്. പിന്നെ നമ്മൾ യൂറോ ആയാലും പൗണ്ട് ആയാലും ബാക്കിയുള്ള ഗ്ലോബൽ കറൻസികളായിട്ട് നോക്കുമ്പോൾ റുപ്പി അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഈ കറൻസികൾ ഡോളറുമായിട്ടുള്ള കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയ്ക്ക് കിട്ടിയ തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കുന്നതിന് കുറവാണ്. അപ്പോൾ കമ്പയറിൽ US നമ്മളൊരു മോശം പെർഫോമൻസ് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ബാക്കിയുള്ള കറൻസിയിലേക്കായിട്ടും ബെറ്ററായിട്ട് നമ്മൾ ഡോളറുമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ള ഗ്ലോബൽ കറൻസികളോട് ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു അണ്ടർലൈങ് ഒരു ശക്തി നമ്മുടെ ഒരു ഇതിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഘടകങ്ങൾ ഞാൻ പറഞ്ഞു ലോങ് ടൈം എന്നുള്ള ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആണ്. നല്ല ബേസിക്കായിട്ടുള്ള സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട മീൻസ് തിരിച്ചു വരും. പക്ഷേ എന്നിരുന്നാലും വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സെബി അംഗീകൃത സാമ്പത്തിക ടെക്നോളജിൻ്റെ അല്ലെങ്കിൽ രീതിയിൽ സ്വന്തത്തിലേക്ക് റിയലൊക്കേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയും വേണം ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഇതിൻ്റെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴായാലും മാർക്കറ്റ് എന്നും ഇങ്ങനെ കയറി പോകുന്നപ്പോൾ തെറ്റിദ്ധരിക്കും ഈ സമയത്ത്. എപ്പോഴും നമ്മളൊരു റീസണബിൾ ആയിട്ടുള്ളൊരു ഇത് നമ്മൾ നോക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വാല്യുവേഷൻ ആണ് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ വാല്യുവേഷൻ എപ്പോഴും ചെക്ക് ചെയ്യണം. അത് എപ്പോഴും നിലവിലെ വാല്യുവേഷനും ഒരു ലോങ് ടൈം ആവറേജുമായിട്ട് കോവിഡ് ഉള്ളതുകൊണ്ടാണ് 5 ഇയർ ആവറേജിന് നമ്മൾ അധികം പറയാത്തത്. പക്ഷേ 10 ഇയർ ആവറേജാണ് യൂഷ്വലി എല്ലാവരും നോക്കാറ്. കോവിഡ് ഇല്ലാതെ 5 ഇയർ വേണം നോക്കിയാലും മതിയായിരുന്നു. കാര്യം ഇന്ത്യക്ക് ആ ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ടുള്ളൊരു ഇത് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ 10 ഇയർ ലോങ് ടൈം ആവറേജ് വാല്യുവേഷൻ്റെയും നിലവിൽ വാല്യുവേഷനായിട്ട് നമ്മൾ നോക്കണം. എപ്പോഴാണ് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നത് ആ സമയത്തെല്ലാം തുടർന്ന് വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ പെർഫോമൻസ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എപ്പോഴും. കരിച്ചു കഴിഞ്ഞാൽ പല രീതി, അതായത് വാല്യുവേഷൻ എപ്പോഴും പ്രകടനമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം എപ്പോഴാണ് വാല്യുവേഷൻ്റെ ഹയർ സൈഡിലോട്ട് പോകുന്നത് ആ സമയത്ത് ആദ്യ രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ നിന്ന് അപ്പം നമ്മളൊരു സൂചന എടുത്ത് നമ്മൾ ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ SBI അംഗീകൃത സാമ്പത്തിക സേവനം നേടി നമുക്കതിൻ്റെ പോർട്ട്ഫോളിയോകൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ വാല്യുവേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഈ ബയോഡിപ്സ് എന്നുള്ളൊരു സ്ട്രാറ്റജി ഇപ്പം പറ്റത്തില്ല. 22,500 ആകുമ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഈ ആഴ്ചത്തെ ഒരു ക്ലോസിങ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു നേരിയ അതായത് ഡോജി കൈൻഡ് ഓഫ് ക്ലോസിംഗ് ആണ്. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ളൊരു കറക്ഷന് ശേഷം ഒരു ഡോജി വരുന്നൊരു ട്രെൻഡ് വേഴ്സ് സൂചനയാണ്. പക്ഷേ 22,500 സ്ട്രോങ് സപ്പോർട്ട് എടുക്കുന്ന ഞാൻ കരുതുന്നു. പക്ഷേ നിലവിലത്തെ രീതിയിൽ ഇനി മുന്നോട്ട് അതിൻ്റെ പോർട്ട്ഫോളിയോ സെക്കൻഡ് ഹാഫ് 2020 സെക്കൻഡ് ഹാഫിലായിരിക്കും മാർക്കറ്റ് ഇതിലൂടെ സ്റ്റഡി ആകുക എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു 50% ഇക്വിറ്റിയിൽ 25% ഡെറ്റിൽ 25% ഗോൾഡിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഇക്വിറ്റിയിൽ തന്നെയുള്ള എക്സ്പോഷർ കൂടുതലും ലാർജ് ക്യാപ്പിലാക്കുന്നതായിരിക്കും കമ്പയറബിളി ബെറ്റർ എന്നും തോന്നുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും കമ്പനികളുടെ, അതായത് നമ്മൾ ഇനി ആയാലും മുന്നോട്ടായാലും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വാല്യുവേഷൻസ്, ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ, ലോങ് ടൈം വാല്യുവേഷൻസ് കമ്പയർ ചെയ്യുക. മുകളിൽ പോകുന്നും പറഞ്ഞുകൊണ്ടന്നെ സെല് ചെയ്യണമെന്നല്ല പറയുന്നത്. മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ നമ്മൾ പക്കയായിട്ട് ഫോളോ ചെയ്യണം. എപ്പോഴാണ് ഈ മിസ് മാച്ച് വരുന്ന അത് കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് കറക്ഷൻ വരും എന്നുള്ള ലോജിക്കാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും ഈ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുമ്പോൾ കൂടുതലും ഇയർലി ആയിട്ടുള്ള ഗ്രോത്താണ് നോക്കാറുള്ളത്. പക്ഷേ സീക്വൻഷ്യലായിട്ട്, അതായത് ക്വാർട്ടർ ടു ക്വാർട്ടറിലുള്ള ഗ്രോത്തുകൾ നമ്മൾ നോക്കണം. കാര്യം കഴിഞ്ഞാൽ അവൻ്റെ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിമാക്കുന്നുണ്ട്. ആ എക്സിക്യൂഷണൽ പവറും അവൻ്റെ ഒരു കാപ്പബിലിറ്റി എത്രത്തോളം കൊണ്ടുവന്ന് നോക്കാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ക്വാർട്ടർലി സീക്വൻഷ്യലായിട്ടുള്ള ഗ്രോത്ത് കൂടെ ചെക്ക് ചെയ്യണം, ഇയർലിയെ കാട്ടുന്നില്ല. അപ്പോൾ ഈ ഗ്രോത്തിൻ്റെ ആ ഒരു ഇത് നോക്കുക, ഈ വാല്യുവേഷൻ നോക്കുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമ്മൾ അപ്പം നമ്മൾ എപ്പോഴും താഴെ മേടിക്കാനുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് മാന്യമായിട്ട് റിട്ടേൺസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ബുക്ക് ചെയ്ത് മാറുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 100 രൂപ മേടിച്ചു 150 രൂപയിലെത്തി. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 100 ആ 100 രൂപ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയറുകൾ വിറ്റാൽ മാത്രം നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫായി. അതായത് ഇപ്പം 100 രൂപയ്ക്ക് 100 ഷെയർ മേടിച്ചു, 10,000 രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് 150 ആയെന്ന് പറഞ്ഞാൽ 15,000 ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആയത്. അപ്പോൾ 10,000 എടുക്കുക. ഏത് ബിസിനസ്സിലെയും ഏറ്റവും വലിയ റിസ്ക് അല്ലെങ്കിൽ എപ്പോഴും ഒഴിവാകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ്. അപ്പം ആ 10,000 എത്താനുള്ള ഷെയറുകൾ നമ്മൾ വിറ്റാൽ മതി. അപ്പോൾ ഒരു 10, 20, 25 മിച്ചം കിടക്കും. അതോടെ കിടന്ന് വളരട്ടെ. ഇതൊക്കെ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്. സിമ്പിൾ ലോജിക്കുകളും ഒരു ബേസിക്കുള്ള കാര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോങ് ടൈമിലേക്ക് വളരെ പ്രോമിസിംഗ് ആണ്. നിലവിൽ പല സാധ്യതകളുമുണ്ട്. AI ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ഇവോൾവിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് സാധ്യതകളുമുണ്ട്, വെല്ലുവിളികളും ഉള്ളൊരു ഏരിയയാണ്. അപ്പം ലോങ് ടൈമിലേക്ക് അത് വിശ്വസിക്കാമെന്നുള്ളതാണ്. 22,500 സപ്പോർട്ട് എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വീക്കിലി ക്ലോസിംഗ് ഒക്കെ കാണുമ്പോൾ ടെക്നിക്കലായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ശിവദേവ് തന്നെയാണ്. വിപണിയെ സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമുക്കിനി കടക്കാം. ശിവദേവ് ഇക്കാര്യം വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് 23,400 24,000 ലെവലിൽ ഇൻഡെക്സ് കുറേ ദിവസങ്ങൾ മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം ലാസ്റ്റ് മൺഡേ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായി, ഒരു ബ്രേക്ക് ഡൗൺ കൊടുക്കുകയാണ് ഉണ്ടായത് ആ ഒരു ലെവലിൽ നിന്ന്. പിന്നീട് ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഹിറ്റ് കിട്ടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 23,350 23,400 ഈ ഒരു ഡബിൾ ലൈൻ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതേപോലെ
ഈ വീക്കിലുണ്ടായിരുന്ന ഒരു റേഞ്ചിൻ്റെ ഡൗൺ സൈഡ് 23,000 ലെവൽസാണ്. അവിടെ നെക്സ്റ്റ് സപ്പോർട്ടിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലൊരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ക്രിയേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്നിനി ബ്രേക്ക് ഔട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മൊമെൻറ്റം സ്ട്രോങ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് റേഞ്ച് മാറ്റാം. താഴേക്ക് നമുക്കിനി നോക്കുമ്പോൾ 23,000 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 22,500 അതേപോലെ 22,400 ഒരു സപ്പോർട്ട് സോണുണ്ട് താഴെ ലെവൽസിൽ. അവിടെ നിന്നൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ വലിയൊരു ഗ്യാപ്പാണുള്ളത്. 21,828 റേഞ്ചിലാണ് പിന്നീടുള്ളൊരു സപ്പോർട്ട് വരുന്നത്. താഴത്തെ ഗ്രീൻ ലൈനാണത്. ഇനി നമുക്ക് മുകളിലെ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു 23,350 23,400 ഈ ഒരു ഡബിൾ ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്ന ലെവൽസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ ഇൻഡെക്സ് ഒരു 24,000 വരെ ഒരു അപ്പർ ട്രെൻഡ് പ്രകടമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പിന്നീട് 24,000 ലെവൽസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ലഭിച്ചെങ്കിൽ കൂടുതലായിട്ട് അണ്ടർലൈങ് മൊമെൻറ്റം ശക്തി കൈവരിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ഇത് ഇൻഡെക്സിൻ്റെ തന്നെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ എക്സാക്ട് ലെവൽസ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു റേഞ്ചാണ്. കഴിഞ്ഞ വീക്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു റേഞ്ച് വീക്കിലി എങ്ങനെ ആയിരിക്കും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഒരു ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് 23,000 മുതൽ ഒരു 23,700 വരെയുള്ളൊരു റേഞ്ചിലാണ് നെക്സ്റ്റ് ട്രേഡിങ് നടക്കാനുള്ള സാധ്യത. അതേപോലെ തന്നെ ഇൻഡെക്സ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു റേഞ്ച് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടെ ഡ്രോ ചെയ്യാം. ഇവിടെ ഈ ഒരു വലിയ റേഞ്ചിലേക്ക് ആണ് അടുത്തതായിട്ട് ഷിഫ്റ്റ് നടക്കേണ്ടത്. അണ്ടർലൈൻ മൊമെൻറ്റം ശക്തമാണെങ്കിൽ ഇത്തരത്തിലെ ലെവൽസുകൾ പരിഗണിച്ച് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അതേപോലെ മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ എന്നിവയെല്ലാം കൂടി പരിഗണിച്ച് മാത്രം ട്രേഡിംഗ് അല്ലെങ്കിൽ വ്യാപാര നിക്ഷേപ തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുക. താങ്ക് യു. വിപണിയിൽ ചാഞ്ചാട്ടമുണ്ടെങ്കിലും വരും ആഴ്ചകൾ ഒട്ടേറെ ഇവന്റുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിനാൽ നിക്ഷേപകർക്ക് പ്രതീക്ഷയിൽ തുടരാം. പക്ഷേ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം.